ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന് ഡിസ്കൗണ്ടിൻ്റെ വാട്സപ്പ് നമ്പർ. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അറിയാത്തവർ അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. ഈ വ്യക്തിയുമായി പുതിയൊരു തുടക്കത്തിനായി നിങ്ങൾ തയ്യാറായിക്കോളൂ. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനർജി നമുക്ക് നോക്കാം. ഈ പേഴ്സൺ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യമുണ്ടോ, ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വാവ്, വെരി ബ്യൂട്ടിഫുൾ. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് എംപ്രസ് കാർഡാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ സ്വപ്നങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ, അതായത് ഈ പേഴ്സൺ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും, ഈ പേഴ്സൺ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അത് നിങ്ങളെക്കുറിച്ചാണ് എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ സ്വപ്നങ്ങളിലൂടെ ദർശനമാകുന്നുണ്ട്. എസ്പെഷ്യലി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ സ്വപ്നങ്ങളിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ സ്വപ്നങ്ങളിലൂടെ ഈ വ്യക്തിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് വിജയത്തിലേക്ക് പോകണം, ജീവിതം വിജയകരമാക്കണം എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ ഈ പേഴ്സണിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ആദ്യമൊക്കെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയാൽ മതി, എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജീവിതം വിജയകരമാക്കി തീർക്കണം. ആ ഒരു ചിന്താഗതി മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ബ്രേക്കപ്പിലായിരിക്കാം, നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം, വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഇതെല്ലാം പരസ്പരം മനസ്സിലാക്കി സംസാരിച്ച് മനസ്സ് തുറന്ന് ഡിസ്കസ് ചെയ്ത് ഒരു കോംപ്രമൈസോട് കൂടി വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ വിജയകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചോ സാധ്യത ഇല്ലാത്തതിനെ കുറിച്ചോ സാധ്യത ഇല്ലായ്മയെ കുറിച്ചോ ഒന്നും തന്നെ ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. ഈ പേഴ്സൺ സാധ്യതകളെ കുറിച്ചും പോസിറ്റിവിറ്റിനെ കുറിച്ചും നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതത്തിനെ കുറിച്ചുമാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഭയങ്കര ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദ എംപ്രസ് കാർഡ് എന്ന് പറയുന്നത് അത് നിങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ സെക്കൻഡ് എനർജി ഈസ് ദ പ്ലാനിങ് ആൻഡ് ആക്ഷൻ ആണ്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകാം, ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ലേ, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമില്ലേ എന്ന് നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകാം. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ഈ പേഴ്സണോട് ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത രീതിയിൽ നിന്നിട്ടുണ്ടാകാം.
ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്ലാനിങ് ആൻഡ് ആക്ഷൻ, അതായത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പദ്ധതികളായിട്ട് തയ്യാറാക്കിക്കൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഇത്രയും കാലം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഇല്ലായിരുന്നു, വ്യക്തമായിട്ടുള്ള തീരുമാനം ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ തുടങ്ങുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ആൻഡ് ആക്ഷൻ ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. മാജിക്കൽ മാപ്പ് ഷിഫ്റ്റർ ആണ്. ഇതൊരു ഷിഫ്റ്റിംഗ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അപ്പോൾ ഇവിടെ മാജിക്കൽ പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ യൂണിവേഴ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരു മാജിക്കൽ ആയിട്ടാണ്. മാജിക്കൽ എനർജീസ് നിങ്ങൾക്ക് ഇന്നു മുതൽ അല്ലെങ്കിൽ ഈ റീഡിംഗ് കാണുന്നതോട് കൂടി നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിൽ നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ കാര്യം പലപ്പോഴും നടപ്പിലാക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടായിരിക്കാം. ഇപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് വിചാരിക്കുമ്പോൾ പോലും അതിന് സാധിക്കുന്നില്ലായിരിക്കാം. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയൊരു തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുതിയൊരു തുടക്കം എന്ന് പറയുമ്പോൾ പുതിയ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി നല്ല രീതിയിൽ പെരുമാറണം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും മോശപ്പെട്ട സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. അതായത് നിങ്ങൾക്ക് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ടാകും, ചില സ്വപ്നങ്ങൾ ഉണ്ടാകും, ചില മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും, അല്ലേ? എല്ലാ മനുഷ്യർക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ വ്യക്തി വന്നിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സൺ, ഇപ്പൊ സപ്പോസ് ഈ പേഴ്സണ് ഭയങ്കര കൂട്ടുകാരായിട്ട് ഭയങ്കര ഒബ്സസ്ഡ് ആണ് എന്ന് വിചാരിക്കുക. ഇപ്പൊ കൂട്ടുകാരായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടുകെട്ടാണ്, അവര് മാത്രം മതി, 24 മണിക്കൂർ അവരുടെ ഒപ്പമാണ്, അങ്ങനത്തെ ഒരു രീതിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകാം അവരെ വിട്ടിട്ട് അല്ലെങ്കിൽ അവരായിട്ടുള്ള കൂട്ട് കുറച്ചിട്ട്, ഫ്രണ്ട്ഷിപ്പ് കുറച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യം നടപ്പിലാകാൻ പോകുന്നു. മാജിക്കൽ മാപ്പ് ഷിഫ്റ്റർ ആണ്. അതായത് ഇവിടെ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും പല സൗഭാഗ്യങ്ങളും പല സന്തോഷകരമായ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും. അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് നിങ്ങൾ ഏറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങളായിരിക്കാം. ഈ വ്യക്തിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു പവർഫുൾ ആയിട്ടുള്ള ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥനയായിരിക്കാം, മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. ഓക്കെ, അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. കാരണം നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ സെൻസിറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ ആദ്യമൊന്നും ഇപ്പൊ നിങ്ങളായിട്ട് മിണ്ടാതിരിക്കാം, നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിൽ പോകാം, അതൊന്നും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ്, നിങ്ങളായിട്ട് വഴക്കിട്ടിരിക്കുകയാണ്, അതൊന്നും ഈ പേഴ്സണെ ബാധിക്കുന്ന കാര്യമേ അല്ലായിരുന്നു. കാരണം ഈ പേഴ്സണെ സമാധാനിപ്പിക്കാനും ഈ പേഴ്സണെ സന്തോഷിപ്പിക്കാനും ഒക്കെ കൂട്ടുകാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഓരോ ചലനങ്ങളും, നിങ്ങളുടെ ഓരോ ആക്ഷൻസും, നിങ്ങളുടെ ഓരോ സംസാരവും ഈ വ്യക്തിയെ നന്നായി ബാധിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിക്ക് മനസ്സിൽ തട്ടിയിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സൺ ഇപ്പൊ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് ഈ വ്യക്തിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വിഷമത്തിലാണെങ്കിൽ അത് ഈ വ്യക്തിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണ് അങ്ങനത്തെ ഒരു കഴിവ്, അല്ലെങ്കിൽ അത് പ്രപഞ്ചശക്തി കൊടുക്കുന്നതാകാം, അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് ഈ വ്യക്തി വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഈ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്.
അതുപോലെ തന്നെ ഹിഡൻ മോട്ടിവേഷൻസ് ആണ്. അതായത് ഈ പേഴ്സൺ സ്വന്തമായി തന്നെ, കാരണം ആദ്യമൊക്കെ ഈ റിലേഷൻഷിപ്പിൽ എന്താണോ ഇല്ലാത്തത്, എന്താണോ സാധ്യതകൾ കുറവ്, അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, ഇത് മാത്രമാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയുടെ മോട്ടിവേഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ മറ്റാരെങ്കിലും ഈ വ്യക്തിയെ സഹായിക്കുന്നുണ്ടാകാം, ഈ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ ഈ പേഴ്സണെ സഹായിക്കുന്നതാകാം. എന്തോ നല്ലൊരു മോട്ടിവേഷൻ, നല്ലൊരു പ്രചോദനമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ചെസ് ഗെയിമാണ്. നമുക്കറിയാം ഇതൊരു മത്സരമാണ്. ചെസ് എന്ന് പറയുന്നത്, ചെസ് കളി എന്ന് പറയുന്ന ഒരു മത്സരമാണ്. 2 പേര് ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു മത്സരമാണ്. അതിലൊരാൾ തോക്കും, ഒരാൾ ജയിക്കും. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് ജയം ഉണ്ടാക്കി എടുക്കണം എന്നുള്ളൊരു മത്സര ബുദ്ധിയാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ വിട്ടുകൊടുക്കാനായിരുന്നു ഈ പേഴ്സൺ തയ്യാറായിരുന്നത്. എന്തെങ്കിലുമൊക്കെ ആകട്ടെ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ ആയി തീരട്ടെ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു മത്സരമാണ്. ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് വിജയം കണ്ടെത്തണം. ഈ ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ആരാണോ തടസ്സം നിൽക്കുന്നത്, ആരാണോ എതിരായിട്ട് നിൽക്കുന്നത്, അവരെ തോൽപ്പിക്കണമെന്നും നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരു വാശിയേറിയ പോരാട്ടമാണ്, ഒരു മത്സര ബുദ്ധിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂ മൂൺ ഇൻ പൈസസ് ആണ്, അറ്റ്യൂൺ ടു ദ ഡിവൈൻ ആണ്. അതായത് ചന്ദ്രന്റെ ഒരു പുതിയ ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഭയങ്കരം ഒരു ഇമോഷണൽ പരമായിട്ടുള്ള കാര്യമാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ പേഴ്സൺ ഒട്ടും തന്നെ സെൻസിറ്റീവ് അല്ലായിരിക്കാം, ഒട്ടും തന്നെ ഇമോഷണൽ അല്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഈ പേഴ്സൺ നല്ലോണം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡിവൈൻ എനർജി, അതായത് പ്രപഞ്ച ശക്തി, ആ ഒരു ഡിവൈൻ പവർ, അത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്തൊക്കെയോ സ്പിരിച്വൽ പ്രാക്ടീസസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി എന്തെങ്കിലും പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്തൊക്കെയോ സ്പിരിച്വൽ വഴിയിലൂടെ ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ സ്പിരിച്വൽ ജേണിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ വളരെ സെൻസിറ്റീവും അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതിലൂടെ ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള മാറ്റങ്ങളല്ല, നല്ല രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്നത്. അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അട്രാക്ട് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മാർച്ച് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.